ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ ശ്രീ മട്ടാഞ്ചേരി മാർട്ടിൻ. നമസ്കാരം. താങ്കളുടെ യഥാർത്ഥ പേരെന്താണ്? ഫ്രാൻസിസ് നെവനോസ്റ്റി. സ്വന്തം പേരിൽ അറിയപ്പെടുന്നതാണോ ഈ പേരിൽ അറിയപ്പെടുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അറിയപ്പെടുന്ന ഇഷ്ടമല്ല. വെരി ഗുഡ്. താങ്കളുടെ ലുക്ക് തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിന്റെ ലുക്ക് അല്ല. കണ്ടാൽ ഏതൊരു ഓഷോയുടെ ഒക്കെ ലുക്കിലാണ് താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. ഐ ആം നോട്ട് എ സെലിബ്രിറ്റി. ഐ ആം ജസ്റ്റ് ആൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് ഓക്കെ. പക്ഷെ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സെലിബ്രിറ്റി എന്നാണ് സാധാരണ വിളിക്കുക. ആർട്ടിസ്റ്റ് വേണ്ട, അങ്ങനെ വിളിക്കണ്ട. ഓക്കെ ശരി. അപ്പൊ എങ്ങനെ വിളിക്കണം സാറിനെ? ഞാൻ തന്നെ സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ എന്നെ സാറന്ന് എന്താണ് സാറിനൊക്കെ വിളിക്കണം. ഒരു മാനേഴ്സ് ഒക്കെ കാണിക്കണ്ടേ? സാറിന് മാനേഴ്സ് കേടാണോ? ബ്രോ എന്നാ അല്ല മച്ചാനെ എന്നാ വിളിക്കാതെ സാറിനൊക്കെ വിളിക്കണേ. അയ്യോ അതൊക്കെ തെറ്റാണ്. അപ്പൊ ശരിക്കും മാർട്ടിൻ എന്താണ് വിളിക്കേണ്ടത്? എന്നെ എന്തെങ്കിലും വിളിച്ചാൽ മതി. ബ്രോ എന്ന് വിളിച്ചാൽ മതി. എന്ത് വേണേലും വിളിച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഒരു പേര് വിളിക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടം. സത്യത്തില് നീ ആരാ? താങ്കൾ ഗുണ്ടയാണോ? കണ്ടിട്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടിപ്പോ ചെറിയൊരു ഗുണ്ടാ ലുക്കൊക്കെ ഉള്ള പോലാണ്. അപ്പൊ യേശു ക്രിസ്തു ഇപ്പൊ വന്നിരുന്ന നിങ്ങൾ പറയില്ല മുഴുകുണ്ടാണെന്ന്. കാരണം പുള്ളിക്ക് ഡാഡി മുടി വന്നോണം. ആരെയും ലുക്കില് ജഡ്ജ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാമിന് വന്നിരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഒരു ധാർഷ്ട്യത്തിലാണോ സംസാരിക്കുക? എപ്പോഴും ഒരു അഹങ്കാര ഭാവം ഉണ്ടോ? ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും വിനയമല്ലേ വേണ്ടത്? ഞാനായിട്ടാ ജീവിക്കുന്നത്. അതിൽ അഹങ്കാരവും ഇല്ല, വിനയവും ഒന്നുമില്ല. അതിന് ഞാൻ മാത്രമാണ് അഹങ്കാരമായിട്ട് തോന്നിയ. തോന്നിയോ? അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ജീവിക്കുന്ന പോയിട്ട് ഒരു സിറ്റി ജീവിക്കുന്ന പോയിട്ട് ഒരു ഗ്രാമപ്രദേശത്ത് പോലും ജീവിക്കുന്ന ഒരു ലുക്ക് അല്ലല്ലോ താങ്കളെ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പൊ താങ്കൾ. അല്ല ഈ എന്താ പറയാ, അല്ല അങ്ങനെ ഞാൻ കാട്ടിപ്പോയതിനെ കുറിച്ചല്ല പറഞ്ഞത്, താങ്കളുടെ ലുക്കിനെ കുറിച്ച് പറഞ്ഞതാണ്. നോർമലി തൊപ്പിയില്ല, അവര് ചിലപ്പോ മറ്റേ ഈ പനയുടെ തൊപ്പിയൊക്കെ വെക്കാറുണ്ടല്ലോ ഈ കാട്ടിലുള്ളവരൊക്കെ. മദ്യപിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ കഞ്ചാവ് അടിക്കാറുണ്ട്. ഈ ആർട്ടിസ്റ്റുകള് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കഞ്ചാവ് അടിക്കുന്നവരെ എഴുത്തുകാരാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ. അപ്പൊ ഇപ്പൊ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാറില്ല. എല്ലാവരും അത്യാവശ്യം ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന രീതിയായിട്ടാ. അത് കാണിച്ചു കൊടുത്തുള്ളൂ അവസാനം. എന്താണ് ഭയങ്കരമായ ആള്. നിങ്ങൾക്ക് മനുഷ്യരോട് പെരുമാറുന്ന എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണോ? മുഖത്ത് നോക്കി അഹങ്കാരികളാണ്. താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട യുവതിയായ എന്റെ ഞാൻ നിങ്ങളെ അഹങ്കാരി തോന്നപ്പോ അത് നിങ്ങൾ ചൂണ്ടിക്കാണി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ല. അപ്പൊ നിങ്ങളല്ലേ ആദ്യം എന്നെ അഹങ്കാരി എന്ന് തോന്നുന്നത്? എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നു. അടിപൊളി, പറയാതെ വയ്യ. ശക്തം തന്നെ, ഒരു രക്ഷയില്ല.